മുൻ RSSകാരൻ നാരായണന് ചിതയൊരുക്കി മുസ്ലിം ലീഗിലെ ഇർഫാന്. സോഷ്യൽ മീഡിയയിലടക്കം മുഖ്യധാരാ മാധ്യമങ്ങളിൽ വലിയ പ്രാധാന്യത്തോടെ ഈ വാർത്ത കൊടുത്തിട്ടുണ്ട്. ഇനിയും ചില ആൾക്കാർ ഇത് ചിതയൊരുക്കൽ ജിഹാദാണ് എന്ന് പറഞ്ഞു വരുമോ എന്നറിയില്ല. അങ്ങനത്തെ ഉള്ള തീവ്ര ഗോഡ്സേവാദികളെ നമുക്ക് വിടാം. മനുഷ്യർക്ക് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ സന്തോഷം നൽകുന്ന, മനസ്സിനൊരു നോവും വേദനയും എന്നാൽ ആശ്വാസവും നൽകുന്ന വാർത്തയാണ്. അതായത് ഇർഫാന എന്ന് പറയുന്ന ഈ ജില്ലാ കമ്മിറ്റി അംഗം RSSകാരനായിരുന്ന ഈ നാരായണനെ വീട്ടുകാർ ഉപേക്ഷിച്ചു, കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ ഉപേക്ഷിച്ചു. ഒരുപാട് കാലം ബുദ്ധിമുട്ടി അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. അപ്പോൾ വീട്ടുകാരെ അറിയിച്ചെങ്കിലും ആരും അവരെ നോക്കാൻ പോലും വന്നില്ല. ഈ സ്ത്രീയാണ്, ഈ മുസ്ലിം സ്ത്രീയാണ് മുഹറത്തിന്റെ അന്ന് പോലും, ആ ദിനങ്ങളിൽ പോലും ചില ആൾക്കാരുടെ എതിർപ്പ് മറികടന്ന് ഈ നാരായണനെ ചിതയൊരുക്കിയത്. ആദ്യം തന്നെ ശ്രീമതി ഇർഫാനയുടെ കാലിൽ തൊട്ട് നമസ്കരിക്കുന്നു. നിങ്ങളെ പോലുള്ള കുറേ മനുഷ്യരുള്ളതുകൊണ്ടാണ് ലോകത്ത് മനുഷ്യത്വവും മതസൗഹാർദ്ദവും പരസ്പര യോജിപ്പും ഒക്കെ നിലനിൽക്കുന്നത്. നമുക്ക് ആ വാർത്തയൊന്ന് കാണാം. ഏഷ്യാനെറ്റ് അടക്കം ഏറ്റവും മുഖ്യധാരാ മാധ്യമങ്ങളിലടക്കം വാർത്ത കൊടുത്തിട്ടുണ്ട്. അതായത് BJPയുടെ കേരളത്തിലെ അധ്യക്ഷനായ ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ ചാനലാണ്. പക്ഷേ ഏഷ്യാനെറ്റിന് ഒരു സ്വതന്ത്രമായ എഡിറ്റോറിയലൊക്കെയാണ്. വളരെ ഏഷ്യാനെറ്റ് കേരളത്തിലെ മീഡിയയെ ലീഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻസിലൊന്നാണ്. ഉറ്റവർ കൈയൊഴിഞ്ഞ ക്യാൻസർ രോഗി ഹൈന്ദവ ആചാരപ്രകാരം, നോട്ട് ദ പോയിന്റ്, ഹൈന്ദവ ആചാരപ്രകാരം നാരായണന്റെ ചിതയ്ക്ക് തിരികൊളുത്തി ഇർഫാന ഇക്ബാൽ എന്നാണ് ഈ മാഡത്തിന്റെ പേര്. ഞാൻ അവരെ ഒന്ന് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുന്നുണ്ട്. നമ്മുടെ അവിടുത്തെ സുഹൃത്തുക്കളോട് നമ്പറൊക്കെ ഒന്ന് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗമായ ഇർഫാന ഇക്ബാൽ ഹൈന്ദവ ആചാരപ്രകാരം ഉറ്റവർ ഉപേക്ഷിച്ച ക്യാൻസർ രോഗിയായ വയോധികന്റെ ചിതയ്ക്ക് തീ കൊളുത്തി. മുഹറം വ്രതത്തിനിടെ സമുദായത്തിലെ എതിർപ്പുകൾ അവഗണിച്ച് മതസൗഹാർദ്ദത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും ഉദാത്തമായ സന്ദേശമാണ് ഇർഫാന നൽകിയത്. യാതൊരു സംശയവുമില്ല, ഇർഫാനെ പോലുള്ള കുറേ മനുഷ്യർ, ഇന്ത്യക്കാരികൾ ഒക്കെ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ലോകത്ത് ഈ നന്മ ഇന്നും ഉണ്ടെന്ന് തിരിച്ചറിയുന്നത്. കാസർഗോഡ് മതസൗഹാർദ്ദത്തിന്റെയും മനുഷ്യ സ്നേഹത്തിന്റെയും ഉദാത്തമായ മാതൃക കാണിച്ച് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ഇർഫാന ഇക്ബാൽ ഉറ്റവർ ഉപേക്ഷിച്ച ഇതര മതസ്ഥനായ, സഹോദര മനസ്ഥനായ എന്ന് പറഞ്ഞാൽ മതി, അതായിരിക്കും കുറച്ചും നല്ലത്, വയോധികന്റെ മൃതദേഹം ഏറ്റെടുത്ത് മകളുടെ സ്ഥാനത്ത് നിന്ന് ഹൈന്ദവാചാര പ്രകാരം ചിതയ്ക്ക് തീ കൊളുത്തിയാണ് ഇർഫാന മാതൃകയായത്. അത് വലിയൊരു കാര്യമാണ് ഇർഫാന മാഡം. അതായത് ഇർഫാന ജി എന്ന് പറയുന്ന ഇവരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല, ഞാൻ റീച്ച് ഔട്ട് ചെയ്യുന്നുണ്ട്. ഒരു മകളുടെ സ്ഥാനത്ത് നിന്നാണ് ഈ വ്യക്തിക്ക് തീ കൊളുത്തിയത്. മുഹറം വ്രതമെടുക്കുന്ന വേളയിലായിരുന്നു. സമുദായത്തിൽ നിന്നുള്ള എതിർപ്പുകൾ പോലും വകവെക്കാതെ മതത്തെക്കാൾ വലുതാണ് മനുഷ്യത്വമെന്ന് ഇർഫാന തെളിയിച്ചത്. മഞ്ചേശ്വരം താലൂക്കിലെ മീഞ്ച പഞ്ചായത്തിലെ ചിഗ്രൂ പദവ് സ്വദേശിയായ നാരായണൻ 64 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് വ്യാഴാഴ്ച അന്തരിച്ചത്. വായിൽ ക്യാൻസർ ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന ഇദ്ദേഹത്തെ ഒരു മാസം മുമ്പ് കടവരാന്തയിൽ പട്ടിണി കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത്. എന്തൊരു കഷ്ടമാണ്. അത് ഹിന്ദു സമൂഹത്തിൽ പ്രായമായവർക്ക് ജീറിയാട്രിക് ഇഷ്യൂസ് വളരെ അധികമാണ്. അതിനൊക്കെ ഒരുപാട് റീസൺസ് ഉണ്ട്. കുടുംബ സംവിധാനത്തിൻ്റെ കെട്ടുറപ്പില്ലായ്മ, സോഷ്യൽ റിലേഷൻസിൻ്റെ കെട്ടുറപ്പില്ലായ്മ, അങ്ങനെ പല കാര്യങ്ങളും ഹിന്ദു സമൂഹത്തിലുണ്ട്. നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് ചെയ്യാം. തുടർന്ന് ഇദ്ദേഹത്തെ പട്ടിണി കിടക്കുന്ന നിലയിൽ കണ്ടെത്തി. തുടർന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പറും വനിതാ ലീഗ് നേതാവുമായ ഇർഫാന ഇക്ബാലിന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറെയും മെഡിക്കൽ ഓഫീസറെയും വിവരമറിയിച്ച് ഷെയ്ഖ് സായിദ് ഫൗണ്ടേഷൻ പ്രവർത്തകരുടെ സഹായത്തോടെയാണ് കോഴിക്കോട് ജില്ലാ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ഷെയ്ഖ് സായിദ് ഫൗണ്ടേഷൻ വളരെ നന്നായി. ഒരു മാസത്തോളം തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന നാരായണൻ ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയ മുൻ RSS പ്രവർത്തകനാണ്. പക്ഷേ മരണമറിഞ്ഞ് ഈ സംഘടനയുടെയോ അല്ലെങ്കിൽ ആരും ഒന്നും മൃതദേഹം ഏറ്റെടുക്കാൻ എത്തിയിരുന്നില്ല. മഞ്ചേശ്വരം പോലീസ് വിവരമറിയിച്ചതിനെ തുടർന്ന് നാരായണന്റെ 2 ഭാര്യമാരും മക്കളും സഹോദരിമാരും, ഇനി മാറി എഴുതിയാണോ എന്നറിയില്ല കേട്ടോ, ഭാര്യയും 2 മക്കളും എന്നാണോ എന്നറിയില്ല, സഹോദരിയും മൃതദേഹം ഏറ്റെടുത്ത് സംസാരിക്കുന്നതിനായി ഇർഫാനയ്ക്ക് സമ്മതപത്രം നൽകുകയായിരുന്നു. ഈ സമ്മതപത്രം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് കൈമാറിയാണ് മൃതദേഹം വിട്ടുകിട്ടിയത്. ചെറുഗോളി പൊതു ശ്മശാനത്തിലേക്കാണ് ഇത് പോയത്. സാമൂഹിക പ്രവർത്തകരായ റിയാസ് പിലാത്തറ, മെഹമൂദ് കൈക്കമ്പ തുടങ്ങിയവരും ഈ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. നോട്ട് ദ പോയിന്റ്, മുസ്ലിം പേരുകളാണ്, ഹിന്ദുത്വയുടെ പേരുകളല്ല. നിലവിൽ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയാണ് ഇർഫാന ഇക്ബാൽ. ഉറ്റവർ നഷ്ടപ്പെട്ട് തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന അഗതികൾക്കായി ഉപ്പളയിൽ പ്രവർത്തിക്കുന്ന ഷെയ്ഖ് സായിദ് വൃദ്ധസദനം എന്ന സ്ഥാപനത്തിന്റെ സ്ഥാപക കൂടിയാണ്. 50ഓളം അന്തേവാസികളാണുള്ളത്. എന്തായാലും ആ മാഡത്തിന് വലിയൊരു നന്ദിയും സ്നേഹവും. അതിൻ്റെ 1-2 വിഷ്വൽസും കൂടെ നമുക്കൊന്ന് കാണാം. കാണേണ്ട വിഷ്വൽസാണ്. കാര്യം നമുക്ക് വിഷമവും വേദനയും തോന്നുന്ന ഒരു വിഷ്വൽസാണ്. നമസ്കാരം. ജാതിയും രാഷ്ട്രീയവും തോറ്റൊരിടമായി മഞ്ചേശ്വരം വീണ്ടും മാറുകയാണ്. RSS പ്രവർത്തകന്റെ മൃതദേഹം ഏറ്റെടുക്കാതെ ഉറ്റവർ മടങ്ങിയപ്പോൾ നാരായണന് മകളായി മാറിയത് ഇർഫാന ഇക്ബാലാണ്.
കൂട്ടിക്കിഴച്ച കണക്കുകളിലും കൊടിനിറങ്ങളിലും മനുഷ്യത്വം വറ്റിവരണ്ടു പോകാത്ത ചില മനുഷ്യരുണ്ട്. കാസർഗോഡിന്റെ മണ്ണിൽ നിന്നും മനസ്സ് നിറയ്ക്കുന്ന, കണ്ണ് നനയിപ്പിക്കുന്ന ഒരു ദൃശ്യം കൂടി ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ നെഞ്ചകം തേടുകയാണ്. രാഷ്ട്രീയത്തിന്റെ ചേരിതിരിവുകൾക്കപ്പുറം, ചോരബന്ധങ്ങളുടെ നിസ്സംഗതക്കപ്പുറം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് കാവലാകുന്ന ഒരു കാഴ്ച. RSS പ്രവർത്തകനായ മീഞ്ച ചിക്രൂപദവ് സ്വദേശി 64 വയസ്സുള്ള നാരായണന്റെ ചേതനയേറ്റ ശരീരത്തിന് മുന്നിൽ സ്വന്തം ചോരയും കൂടപ്പിറപ്പുകളും കൈമലർത്തിയപ്പോൾ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ മകളുടെ സ്ഥാനത്ത് നിന്ന് ചിതയ്ക്ക് തീ കൊളുത്തിയത് ജില്ലാ പഞ്ചായത്ത് മെമ്പറും മുസ്ലിം ലീഗ് നേതാവുമായ ഇർഫാന ഇക്ബാലാണ്. ഈ ഒരു സന്ദർഭം നൈമിഷികമായി ഉണ്ടായതല്ല. ആഴ്ചകളോളം ഭക്ഷണം പോലും കഴിക്കാനാവാതെ നാട്ടിൻപുറത്തെ കടവരാന്തയിൽ മരണത്തോട് മല്ലിടിക്കുകയായിരുന്നു നാരായണൻ. വാർഡ് മെമ്പർ ഷെരീഫ് ചിന്നാല വിവരം അറിയിച്ച ഉടൻ ഇർഫാന ഇക്ബാൽ അവിടെ ഓടിയെത്തി. ജില്ലാ കളക്ടറെയും മെഡിക്കൽ ഓഫീസറെയും വിവരം അറിയിച്ചു. ഷെയ്ഖ് സായിദ് ഫൗണ്ടേഷൻ പ്രവർത്തകരുടെ സഹായത്തോടെ അദ്ദേഹത്തെ കുളിപ്പിച്ച് വൃത്തിയാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. 1 മാസത്തോളം അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ കഴിഞ്ഞ ശേഷമാണ് ഇന്നലെ നാരായണൻ മരണത്തിന് കീഴടങ്ങിയത്. മരണവിവരം മഞ്ചേശ്വരം പോലീസ് ബന്ധുക്കളെ അറിയിച്ചെങ്കിലും മൃതദേഹം ഏറ്റുവാങ്ങാൻ ആരും തയ്യാറായില്ല. 2 ഭാര്യമാരും മക്കളും സഹോദരിമാരും ഉണ്ടായിട്ടും മൃതദേഹം സംസ്കരിക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ലെന്നും ഇർഫാനയ്ക്ക് വിട്ടു നൽകാമെന്നും അവർ സമ്മതപത്രം എഴുതി നൽകുകയായിരുന്നു. ചില ബന്ധങ്ങൾ ചോര കൊണ്ടല്ല, മനുഷ്യത്വം കൊണ്ടാണ് എഴുതപ്പെടുന്നത്. ബന്ധുക്കളുടെ സമ്മതപത്രവുമായി മെഡിക്കൽ കോളേജിൽ നിന്നും ആംബുലൻസിൽ ഉപ്പള ചെറുകോളി പൊതു ശ്മശാനത്തിൽ മൃതദേഹം എത്തിച്ചു. അവിടെ വെച്ച് എല്ലാ രാഷ്ട്രീയ വേർതിരിവുകൾക്കും മതങ്ങൾക്കും അപ്പുറം ഒരു മകളുടെ സ്ഥാനത്ത് നിന്ന് ഹൈന്ദവ ആചാരപ്രകാരം ഇർഫാന്റെ ചിതക്ക് തീ കൊളുത്തി. അതായത് അദ്ദേഹം നന്നായിട്ട് പറഞ്ഞത് മറുനാടൻ ഡെയിലിയാണ്. നന്നായി പറഞ്ഞു ആ മനുഷ്യൻ. ഈ റിപ്പോർട്ടറിന്റെ പേര് എനിക്കറിയില്ല, പക്ഷെ നന്നായി പറഞ്ഞു. എൻ്റെ കാര്യം എന്ന് പറഞ്ഞാലേ, ചില ബന്ധങ്ങൾ രക്തബന്ധമോ മതത്തിന്റെ ബന്ധമോ ജാതിയുടെ ബന്ധമോ രാഷ്ട്രത്തിന്റെ ബന്ധമോ ഭാഷയുടെ ബന്ധമോ അല്ല, ഒരു മനുഷ്യത്വത്തിന്റെ ബന്ധമാണ്. അപ്പോൾ അത് ചെയ്ത ഇർഫാന മാഡത്തിന് പ്രണാമം, സാഷ്ടാംഗ പ്രണാമം. നിങ്ങളെ പോലുള്ള കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഉള്ളതുകൊണ്ട് വീണ്ടും മനുഷ്യത്വവും അല്ലെങ്കിൽ വർഗീയതയ്ക്കപ്പുറമുള്ളൊരു ഒരു 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 മനുഷ്യത്വം നമ്മുടെ ഇടയിൽ ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്നു. മാഡത്തെ പോലുള്ള ഒരുപാട് പേർ എല്ലാ സമുദായങ്ങളിലും, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, വിശ്വാസിയിലും അവിശ്വാസിയിലും ഒക്കെ അങ്ങനെ നന്മയുള്ളവർ വരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.